റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുന്നത് അരിപ്പൊടിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റെഡിയാക്കുന്നത്. അരി അരച്ചിട്ടൊന്നുമല്ല നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്പം തന്നെ മാവ് കൂട്ടി അപ്പം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പമാണ് നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 മൈസൂർ പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മുടെ മൈസൂർ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം 1/2 കപ്പ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ സെയിം കപ്പ് തന്നെ നമുക്ക് 1/2 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ സെയിം കപ്പ് തന്നെ നമുക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിയും 1/2 കപ്പ് റവയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 1/2 സ്പൂണ് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിത് നല്ലതുപോലെ തന്നെ ശർക്കര മെൽറ്റ് ചെയ്തിട്ട് അരിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം കൂടി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ല, ഇത്രയും തിക്നെസ്സിനാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. കണ്ടല്ലോ, അതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. വെള്ളം കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിടാം. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസിലേക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു 2 സ്പൂണ് മിൽമയുടെ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചൂട് കൊടുക്കുന്നത് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കും. നമുക്കിതുപോലെ മാവ് റെഡിയാക്കി ഉടനെ തന്നെ ചുട്ടെടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കറുത്ത എള്ളും കൂടെ ഇട്ടിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിതിൽ വെള്ളം കൂടി പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിതിലാകെ 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ കുയ്യപ്പച്ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ സാധാ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവിലൊരു 3/4 ഭാഗം ഒഴിച്ച് കൊടുത്താൽ മതി. നിറച്ചിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കണം. അപ്പം നമ്മളിതുപോലെ മുഴുവനായിട്ടും ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഉണ്ണിയപ്പമൊക്കെ ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഉണ്ണിയപ്പം മുഴുവനായിട്ടും ഇതുപോലെ അങ്ങ് ചുട്ടെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ടും പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചിട്ട് നമുക്ക് മുഴുവനായിട്ട് അങ്ങ് ചുട്ട് കൊടുക്കാം.
നമ്മളിത് മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെ ഉണ്ണിയപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.